റൂം തുറന്ന് അകത്തേക്ക് കയറിയ പാടെ ബെഡിലേക്ക് ഇരുന്ന നിള. സേതി വേഗം വാതിലടച്ച് അവൾക്കടുത്തേക്ക് ചെന്നു. എടി, ചിത്തേട്ടൻ പറഞ്ഞതുപോലെ നിനക്ക് കത്തിയോ? നില രണ്ട് കൈയും താഴെ വെച്ച് സേതിയെ നോക്കി. അങ്ങേർക്ക് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. അല്ലെ തീർച്ചയായും എന്തോ ഉടായിപ്പാണ്. ജിത്തേൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണോ തോന്നിയത്? നില ഇല്ലെന്ന പോലെ തല ചലിപ്പിച്ചു. ഇടയ്ക്ക് ഇടറിയ ശബ്ദവും കണ്ണുകളിലെ നീർത്തിളക്കവും നില വ്യക്തമായി മനസ്സിലാക്കിയതാണ്. പക്ഷേ കുഞ്ഞിലെ മുതൽ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അന്ന് സെമിനാറിനല്ലാതെ ഞാൻ സാറിനോട് കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്. അവളുടെ പറച്ചിലിൽ തന്നെ നില സംശയത്തോടെ അവളെ നോക്കി. എടി, കോളേജ് ഫസ്റ്റ് ഡേ തന്നെ ജിത്തേട്ടൻ നിന്നെ കണ്ടിരുന്നു എന്നല്ല, എന്നെ കാണാൻ വന്നപ്പോൾ നീയാണ് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നു ആൾക്ക്. മാത്രമല്ല, നിൻ്റെ ജിതിനേട്ടൻ്റെ കാര്യം കൂടി നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ, അതുകൂടി ഞാൻ പറഞ്ഞിരുന്നു. അതാണെന്ന് തോന്നുന്നു ആൾ പിന്നെ നിൻ്റെ മുന്നിൽ വരാതിരുന്നത്. നിളയുടെ നോട്ടം കണ്ട് സേതി അവൾക്ക് പണി വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. ഓ, അപ്പോൾ ജിതിനേട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞാവും അല്ലേ എൻ്റെ മുന്നിലേക്ക് എൻട്രി വെച്ചത്? നില നല്ലോണം പല്ല് കടിച്ചു പിടിച്ച് തന്നെ ചോദിച്ചു. സേതി ചിരിയോടെ തലയാട്ടി. എന്നെക്കുറിച്ച് സാർ അറിയാതെ എന്തെങ്കിലും ഉണ്ടോ? അതിനും സേതിയൊന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ കരഞ്ഞു വിളിച്ച് ഹോസ്റ്റലിൽ വന്ന് കയറിയതൊക്കെ അറിയുമായിരിക്കുമല്ലോ. അതിന്ന് ചലിപ്പിച്ച തല പെട്ടെന്ന് അവൾ ഇല്ലെന്നാക്കി. സേതി നിലയെ അങ്ങനെ തന്നെ ബെഡിലേക്ക് പിടിച്ചിട്ടു. സത്യം മാത്രം പോരട്ടെ, അതും നമ്മൾ പരസ്പരം പരിചയപ്പെട്ട അന്ന് മുതലുള്ളത്. ഒരു രഹസ്യപ്പെട്ടിയാണ് കൂടെ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ലേ മോളെ? മേത്തേക്ക് ചാടി വീഴാൻ തയ്യാറായെന്ന പോലെ നിൽക്കുന്നവളെ സേതി ദയനീയമായി നോക്കി. പറയാതെ മോളെ ഇവിടുന്ന് എണീക്കില്ല. പറയാതെ നിവൃത്തിയില്ല. നില അറിയാത്തതായി തന്നിൽ ഇനി ഒന്നും വേണ്ടെന്ന് സേതിക്കും തോന്നി. നിലയെക്കുറിച്ച് വിശ്വത്തിനോട് അവൾ പറഞ്ഞതും തിരിച്ച് അവൻ നിലയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞതും ചോദിച്ചതുമെല്ലാം ഓരോന്നും വിടാതെ സേതി തുറന്നു പറഞ്ഞു. സേതി ആദ്യമായി നീണ്ട മുടി വേർത്തുപോയി. എല്ലാം കേട്ട് കഴിഞ്ഞ് അതുപോലെയാണ് നിള അവളുടെ മിടഞ്ഞിട്ട മുടി പിടിച്ചു വലിച്ചത്. കുറച്ചു നേരം തല പൊത്തി പിടിച്ചിരുന്നു സേതി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഒരക്ഷരം മിണ്ടാതെ അപ്പോൾ കയറിയിരിക്കുന്നതാണ് നിള. സേതി പയ്യെ അവൾക്കടുത്തേക്ക് നീങ്ങിച്ചെന്നു. നിനക്ക് ദേഷ്യമുണ്ടോ നിളെ? നീ ആദ്യം തന്നെ ജിതിനേട്ടനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ജിത്തേട്ടനെക്കുറിച്ച് ഒന്നും പറയാതെ ഇരുന്നത്. ജിതിനേട്ടൻ്റെയും നീലിമ ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞു നീ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നിന്നോട് ജിത്തേട്ടനെക്കുറിച്ച് പറയണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തു, ജിത്തേട്ടൻ നേരിട്ട് പറയുന്ന പോലെ ആവില്ലല്ലോ ഞാൻ പറഞ്ഞാൽ. നീ സനിച്ചേട്ടനോട് അടുക്കോ എന്ന് പേടിച്ച ഞാൻ നിന്നോട് ജിത്തേട്ടനെ വളയ്ക്കാനൊക്കെ പറഞ്ഞേ. നീട്ടി വലിച്ചു പറഞ്ഞിട്ടും നില നോക്കാതെ ആയപ്പോൾ സേതി വല്ലാതായി. സോറി നിള, വിഷമായോ നിനക്ക്? സേതി നിലയുടെ കയ്യിൽ പിടിച്ചു. ഒരുപാട് വിഷമിച്ച് കാണുമല്ലേ സാറ്? ഇത്രയും നാളെ എന്നോടുള്ള ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഞാൻ ജിതിനേട്ടനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ. നില പറഞ്ഞത് പെട്ടെന്ന് സേതിക്ക് മനസ്സിലായില്ല. പിന്നെ വിശ്വജിത്തിനെക്കുറിച്ചാണ് അവൾ ഇത്രയും നേരം ഓർത്തതെന്നറിഞ്ഞപ്പോൾ സേതിക്ക് സന്തോഷം തോന്നി. വിഷമിച്ചു എന്ന് ചോദിച്ചാൽ, ഞാനും നീയും പറഞ്ഞ പോലെ ജിത്തേട്ടനെ കോളേജിൽ കാണാറേ ഇല്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കാണാതെ മറിഞ്ഞു നിന്ന് നിന്നെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ജിതിനേട്ടനെയും ചേച്ചിയുടെയും കല്യാണം തീരുമാനിച്ച കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ വിഷമം ഓർത്താണ് ആൾ സങ്കടപ്പെട്ടത്. സേതി പറഞ്ഞുകൊണ്ടിരിക്കെ വിശ്വജിത്ത് അവളുടെ ഫോണിൽ വിളിച്ചു. എന്ത് പറഞ്ഞു നിള? സേതി കോൾ എടുത്തത് വിശ്വജിത്ത് ചോദിച്ചത് അതാണ്. നിലയല്ല പറഞ്ഞത്, ഞാനാണ്. പറഞ്ഞതല്ല, പറയിപ്പിച്ചു. A to Z വരെയെല്ലാം. തോന്നി. അവൻ ചിരിച്ചു. സേതി നിലയെ നോക്കി. ഇതുവരെ ഇല്ലാത്തൊരു മുഖഭാവമാണ് അവൾക്ക്. എന്നിട്ട് ആളെവിടെ ഫോൺ കൊടുത്തേ? സേതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ നിലയ്ക്ക് മടി തോന്നി. ആദ്യമായി വാക്കുകൾ നഷ്ടപ്പെട്ട അനുഭവം. ദേഷ്യമാണോ എന്നോട്? അല്ല. ആ മറുപടി നൽകാൻ നിലയ്ക്ക് ആലോചിക്കേണ്ടി വന്നില്ല. എനിക്ക് തന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നിള. ഓർമ്മയുണ്ടോ ഞങ്ങളെ തല്ലാൻ സൈക്കിളിൻ്റെ പിന്നാലെ ഓടി വന്നത്? ഇന്നും ആ മുഖമൊന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. നിള വിയർത്തുപോയി. അവൾക്ക് വെള്ളം ദാഹിക്കുന്ന പോലെ തോന്നി, സംസാരിക്കാൻ കഴിയാത്തതുപോലെ. വിശ്വജിത്ത് പറയുന്നതിനും ചോദിക്കുന്നതിനും അവൾ ഒരുവിധം മുക്കിയും മൂലയും വിട്ടു. നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ വിശ്വജിത്ത് ചിരിച്ചുപോയി അവളുടെ മാറ്റം കണ്ട്. കഴിക്കാടി, നേരം കുറച്ചായി. ഇനിയും സംസാരിച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ സേതി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എടുത്തു വെച്ചു. കഴിച്ചു കഴിയിലും ജിതിൻ്റെ കോൾ വന്നു.
സേതി പാത്രങ്ങൾ കഴുകി വരുമ്പോൾ നില സംസാരിച്ചു കഴിഞ്ഞ് വരുന്നുണ്ട്. എടീ, ജിതിനേട്ടന് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ ഇത്ര വേഗം എല്ലാം പറഞ്ഞോ? സേതിക്ക് അതിശയം. ജിതിനേട്ടനോട് എനിക്ക് എന്തും പറയാം. എന്നിട്ടും എന്തേ നിൻ്റെ മനസ്സ് തുറന്നില്ല? പെട്ടെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സേതി. ആ ചോദ്യത്തിൽ നില വല്ലാതായി. നിള, ഡീ ഒന്ന് കുലുക്കി വിളിക്കേണ്ടി വന്നു സനിക്ക് അവളെ. എന്ത് സ്വപ്നം കാണാ? എത്ര നേരമായി വിളിക്കുന്നു? ഞാൻ എന്തോ ഓർത്ത് നിന്നുപോയി. സനിക്ക് മുന്നിൽ നില പതറി. മമ്മി നിന്നെ തിരക്കുന്നു. ഫ്രൈഡേ ആണ് പപ്പയ്ക്കും മമ്മിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മമ്മിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, നീ കൂടെ ചെല്ല്. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. സനി അവൾ പോയ വഴിയെ നോക്കി. 8 മാസമാകുന്നു അവളൊപ്പം കൂടിയിട്ട്. പഴയ നിലയുടെ നിഴൽ പോലും അവളിൽ ഇല്ലെന്ന് തോന്നി അവന്. അത്രയേറെ മാറ്റം വന്നിരിക്കുന്നു അവൾക്ക്. വിശ്വജിത്ത് അകത്തേക്ക് പോയിട്ടാണ് പ്രജിൻ സേതിയുടെ കോൾ എടുത്തത്. എവിടെയാ ഏട്ടാ? റൂമിലുണ്ട്. എന്തേ? നീലിമ ചേച്ചി വിളിച്ചിരുന്നു. ജിതിൻ ചേട്ടൻ ചെന്നില്ലെന്ന് പറഞ്ഞ്. ജിത്തേട്ടൻ്റെ അടുത്തെങ്ങാൻ വന്നിരുന്നോ? ആളിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയുള്ളൂ. ജിത്തേട്ടൻ കിടക്കാൻ പോയി. നിള സനിയുടെ കൂടെയുണ്ട് ദുബായിൽ. സേതി ചോദിക്കും മുന്നേ പ്രജിൻ പറഞ്ഞു. ജിത്തേട്ടൻ അറിഞ്ഞോ? അവനൊന്ന് മൂളി. കൂടുതലൊന്നും അറിയാനോ പറയാനോ ഇല്ലാതെ സേതി കോൾ കട്ട് ചെയ്തു. കട്ടായ ഫോണിലേക്ക് കുറച്ച് നേരം നോക്കി നിന്ന് പോയി പ്രജിൻ. പിന്നെ അകത്തേക്ക് നടന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.